സഭാ ടി വി ഇതിന്റെ സംരക്ഷണം നടക്കുന്നുണ്ട്. അതിലേക്ക് പോവാം. എനിക്ക് മൈക്ക് തരാൻ അങ്ങനെ ടീമിനെ അതൊക്കെ എനിക്ക് മൈക്ക് തരില്ലെന്നൊന്നും പറയല്ലേ, അങ്ങനെയൊന്നും പറയല്ലേ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അങ്ങയുടെ ഭാഗം തന്നെ അതൊക്കെ ശരിയാണ്. അങ്ങ് ചെയറിലിരുന്നുകൊണ്ട് അങ്ങനെയൊന്നും പറയരുത്. ഇത് വളരെ ഗൗരവതരമായ വിഷയമാണ്. റൂൾ 50യുമായി ബന്ധപ്പെട്ട് ഏത് പ്രൊവിഷൻ അനുസരിച്ചിട്ടാണ് ഇതുപോലത്തെ ഒരു വിഷയത്തിന് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായപ്പോൾ ഒരു MLA-യുടെ വസതിയിലേക്ക്, ഓഫീസിലേക്ക്, ഞങ്ങളുടെയൊക്കെ ഓഫീസിലേക്ക് മാർച്ച് നടക്കുന്നുണ്ട് എല്ലാ ആഴ്ചയും. അവിടേക്ക് മാർച്ച് നടക്കുന്ന ആളുകളെ പുറകിൽ നിന്ന് വന്ന് സ്ത്രീകളടക്കമുള്ള ആളുകളെ കുറുവടികളുമായി ആക്രമിച്ച് നിരവധി പേര് ആശുപത്രിയിൽ കിടക്കുകയും ഇവരെയെല്ലാം കൊന്നൊടുക്കുമെന്ന് CPM നേതാക്കൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഗൗരവതരമായ ഒരു വിഷയം ഈ സഭയിലല്ലാതെ പിന്നെ എവിടെ പോയി പറയും? ഈ സഭ സമർപ്പിക്കുമ്പോൾ അങ്ങ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് പ്രൊവിഷന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനകത്ത് അടിയന്തര പ്രാധാന്യം ഇല്ലെന്ന് പറഞ്ഞത്? ഓർഡർ അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല എന്ന് പറഞ്ഞു. ശ്രീ ശ്രദ്ധ ക്ഷണിക്കൽ, ശ്രീ P. നന്ദകുമാർ, ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി. അങ്ങ് പറഞ്ഞു. കൊണ്ടുവന്ന 4 ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നും കേരളത്തിന്റെ തൊഴിലാളികൾക്ക് സംസ്ഥാന സർക്കാർ പരിരക്ഷ നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് എന്റെ ശ്രദ്ധ ക്ഷണിക്കൽ. കോർപ്പറേറ്റ് താൽപര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി കടുത്ത തൊഴിൽ നിയമങ്ങൾ നടപ്പിലാക്കി തൊഴിലാളി ചൂഷണം നടത്താനും ഇതിനെ ചെറുക്കുന്ന ട്രേഡ് യൂണിയൻ സംഘടനകളെ അസ്ഥിരീകരിക്കാനും വേണ്ടിയാണ് ഈ കാടൻ നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. സർ, ബ്രിട്ടീഷ് ആധിപത്യ ഇന്ത്യയിലും തുടർന്നങ്ങോട്ടും ഉജ്ജ്വലമായ സമരത്തിലൂടെ ജീവത്യാഗത്തിലൂടെയും നേടിയെടുത്തതാണ് ഇന്ത്യയിലെ തൊഴിൽ നിയമങ്ങൾ. 29 നിയമങ്ങൾ ഏകീകരിച്ചാണ് 4 കോഡുകൾക്ക് രൂപം നൽകിയിട്ടുള്ളത്. 1 വേതന ചട്ടം, 2 വ്യവസായ ചട്ടം, 3 സാമൂഹ്യ സുരക്ഷാ ചട്ടം, 4 തൊഴിൽ സുരക്ഷയും ആരോഗ്യവും തൊഴിൽ സാഹചര്യവും വ്യവസ്ഥ ചെയ്യുന്ന ചട്ടം എന്നിവയാണവ. സർ, ഈ 4 ലേബർ കോഡുകളിൽ കോഡ് ഓൺ വേജസ് അതിഗുരുതരമായ പ്രത്യാഘാതമാണ് ഉണ്ടാക്കുന്നത്. നിലവിലുള്ള 4 നിയമങ്ങൾ ഒന്നാക്കി മാറ്റിയതാണ് കോഡ് ഓഫ് വേജസ്. വേതനം കണക്കാക്കുന്നത് സംബന്ധിച്ച് ഈ നിയമം മിനിമം വേതനം, ബോണസ്, ഓവർ ടൈം അലവൻസ് എല്ലാം അടങ്ങിയതാണ്. മിനിമം കൂലി നിശ്ചയിക്കുന്നതിന് മാനദണ്ഡം അട്ടിമറിച്ച് 15ാം ലേബർ കോൺഫറൻസ് തീരുമാനവും 1992 സുപ്രീം കോടതി വിധിയും അട്ടിമറിച്ചു. മോദി വന്നതിന് ശേഷം ലേബർ കോൺഫറൻസ് വിളിച്ചിട്ടില്ല. ഇതിന് പുറമെ ഒരു ദേശീയ ഫ്ലോർ വേജസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദിവസവേതനം 202 രൂപ മാത്രമാണ് സർ. ബോണസ് 10-ൽ കൂടുതൽ പേർ ജോലി ചെയ്യുന്നവർക്ക് എന്ന് നിയപ്പെടുത്തിയാൽ ഭൂരിപക്ഷം തൊഴിലാളികൾക്കും അത് നഷ്ടപ്പെടും. ജോലി സമയം 12 മണിക്കൂർ വരെ എന്നാക്കുമ്പോൾ ഓവർ ടൈം ലഭിക്കുന്നതിന് സാഹചര്യം ഇല്ലാതാവും. വ്യവസായമെന്ന നിയമം ചില സ്ഥാപനങ്ങൾ വ്യവസായമെന്ന നിർവചനത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഉദാഹരണം ചാരിറ്റബിൾ എന്ന പേര് പറഞ്ഞുകൊണ്ട് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആസ്പത്രികൾ തുടങ്ങിയവ ഈ അവകാശം നിഷേധിക്കുന്നു. സർ, പണിമുടക്കിന് കർശനമായ നിബന്ധനകളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള കൺസിലേഷൻ നിലനിൽക്കുമ്പോൾ പാടില്ല. അത് എത്ര കാലം കൺസിലേഷൻ നീണ്ടുനിന്നാലും പണിമുടക്ക് അനുവദിക്കുന്നില്ല. പ്രശാന്ത്, പ്രതിപക്ഷം വാക്കൌട്ട് വിളിച്ചോ? ലഭിക്കും. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണ്. ഡയസിന് മുന്നിലടക്കം മുദ്രാവാക്യം വിളികളുമായി ബാനറുകളുമായി പ്രതിപക്ഷം പ്രതിഷേധിച്ചതിന് ശേഷം സഭയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് സഭയിൽ സ്പീക്കറോട് ഏത് ചട്ടപ്രകാരമാണ്, ഏത് പ്രൊവിഷൻ അനുസരിച്ചാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചത് എന്ന് ചോദ്യം ഉയർത്തി. പക്ഷേ അതിന് സ്പീക്കർ മറുപടി പറയുകയുണ്ടായില്ല. അവതരണാനുമതി ഇല്ല എന്നത് വ്യക്തമാക്കുകയായിരുന്നു. ശേഷം ശ്രദ്ധ ക്ഷണിക്കലിലേക്ക് കടന്നു. വിദ്യാഭ്യാസ മന്ത്രിക്ക് മുൻപാകെ നിയമസഭാംഗം ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനിടെ പ്രതിപക്ഷം വലിയ തോതിലുള്ള പ്രതിഷേധത്തിലേക്ക് പോയി. സഭാ TV അത് സംപ്രേഷണം ചെയ്തില്ല. ഈ കാണുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സ്പീക്കറുടെ ഡയസിന് മുന്നിലേക്ക് പ്രതിപക്ഷ അംഗങ്ങൾ എത്തുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. ശേഷം പുറത്തേക്ക് വന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രശാന്ത്, എന്താണ് സഭയിലെ വിവരങ്ങൾ? പ്രതിപക്ഷ അംഗങ്ങൾ ഇപ്പോൾ സഭയ്ക്ക് പുറത്തേക്ക് പോകുന്നു. വാക്കൗട്ടാണെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ബഹിഷ്കരണമാണെന്നൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല. എന്തായാലും സ്പീക്കർക്ക് മുന്നിൽ ഈ അടിയന്തര പ്രമേയ നോട്ടീസിനെ തന്നെ അനുമതി നിഷേധിച്ചുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന് ഈ വിഷയം സഭയിൽ ഉന്നയിക്കാൻ സാധിച്ചിട്ടില്ല. പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട വിഷയം ഉന്നയിക്കാൻ സാധിച്ചിട്ടില്ല. അവിടെ നടന്ന ആ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ പ്രതിഷേധത്തിന് നേരെ ഉണ്ടായ അതിക്രമമാണ് സഭയിൽ ഉന്നയിക്കാൻ ശ്രമിച്ചെങ്കിലും ആ വിഷയവും ഉന്നയിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ സ്പീക്കറുടെ ഡയസിന് മുന്നിലെത്തിയ
പ്രതിപക്ഷാംഗങ്ങൾ പ്ലക്കാർഡുകൾ ഉയർത്തിയിരുന്നു. സർക്കാർ എന്തിന് ചോദ്യങ്ങളെ ഭയക്കുന്നു, അതായത് ഇത്തരമൊരു നീക്കം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സഭയിൽ ഉണ്ടാകുമെന്ന് പ്രതിപക്ഷം പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കിയ സർക്കാർ എന്തിന് ചോദ്യങ്ങളെ ഭയക്കുന്നു എന്ന പ്ലക്കാർഡുകൾ നിരത്തിക്കൊണ്ടാണ് പ്രതിപക്ഷം ഇന്ന് സഭയിലേക്ക് എത്തിയത്. ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഇപ്പോൾ ചില പ്രതിപക്ഷ അംഗങ്ങൾ പുറത്തേക്ക് പോയിരിക്കുന്നു. അതേസമയം തന്നെ സഭാ കവാടത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ SIT അന്വേഷണത്തിൽ മുഖ്യമന്ത്രി ഇടപെടുന്നു എന്ന വിഷയം ഉന്നയിച്ചുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഇന്ന് പുതിയ സമരമുറ ആരംഭിച്ചിരിക്കുകയാണ്. സഭാ കവാടത്തിൽ 2 MLA മാർ CR മഹേഷും നജീബ് കാന്തപുരവും ഇപ്പോൾ സത്യാഗ്രഹം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ സഭ ബഹിഷ്കരിച്ചു കഴിഞ്ഞാൽ മാത്രമായിരിക്കും സഭ വിട്ട് സഭാ കവാടത്തിന് പുറത്തുള്ള കവാടത്തിലേക്ക് വരിക. സഭ ബഹിഷ്കരണം പ്രഖ്യാപിച്ചിട്ടില്ല. കാരണം ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹ സമരം പ്രഖ്യാപിച്ച അവസരത്തിൽ ചോദ്യോത്തരവേളയ്ക്ക് മുൻപ് തന്നെ പ്രതിപക്ഷ നേതാവ് വിശദീകരിച്ചത് സഭാ നടപടികളുമായി സഹകരിക്കുമെന്നാണ്. സഭാ നടപടികളുമായി ചോദ്യോത്തരവേളയിൽ സഹകരിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. ഇന്നിപ്പോൾ റൂൾ 50 നോട്ടീസ് നൽകിയ സാഹചര്യത്തിൽ ആ വിഷയം പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട വിഷയം സഭയിൽ ഉന്നയിക്കുക എന്ന ലക്ഷ്യം തന്നെയായിരുന്നു. അതിനുവേണ്ടിയാണ് ഈ വിഷയം ഇന്നിപ്പോൾ നോട്ടീസായി കൊണ്ടുവന്നത്. ആ നോട്ടീസായി കൊണ്ടുവന്നത് ഈ പയ്യന്നൂരിൽ ഇന്നലെ നടന്ന കോൺഗ്രസുകാർക്ക് നേരെ നടന്ന അതിക്രമവുമായി ബന്ധപ്പെട്ട് ബഹിഷ്കരണമാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചിരിക്കുന്നു. ഇന്ന് സഭാ നടപടികളുമായി ഒന്നും തന്നെ പ്രതിപക്ഷം സഹകരിക്കുന്നില്ല. പ്രതിപക്ഷ അംഗങ്ങൾ എല്ലാവരും തന്നെ പ്രതിപക്ഷ ബെഞ്ചുകളിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുന്നു. അതായത് പ്രതിപക്ഷമില്ലാതെ ഇന്നിപ്പോൾ സഭാ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. സഭാ നടപടികൾ പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരിക്കുകയാണ്.